രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗ പ്രദർശനം നടത്തി. പുനലൂർ തൂക്കുപാലത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം നടത്തിയത്. നഗരസഭയിൽ 5 സ്ഥിരം യോഗാ കേന്ദ്രങ്ങൾ തുറക്കുമെന്ന് ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് പുനലൂർ തൂക്കുപാലത്തിൽ പ്രദർശന യോഗ സംഘടിപ്പിച്ചത്. നഗരസഭയുടെയും പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രദർശന യോഗ. നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായ യോഗ പരിശീലനത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ കഴിയുമെന്നും ഇതിനായി നഗരസഭയിലെ 5 സ്ഥലങ്ങളിൽ സ്ഥിരമായ സൗജന്യ യോഗ പരിശീലന കേന്ദ്രം ഈ മാസം തന്നെ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. ഗ്രേസിംഗ് ബ്ലോക്ക് സ്കൂൾ ഓഡിറ്റോറിയം, മണിയാർ സ്കൂൾ ഓഡിറ്റോറിയം, നെല്ലിപ്പള്ളി സ്കൂൾ ഓഡിറ്റോറിയം, പേപ്പർ മിൽ സ്കൂൾ ഓഡിറ്റോറിയം, ചെമ്മന്തൂർ K കൃഷ്ണപിള്ള സാംസ്കാരിക നിലയം എന്നിവിടങ്ങളിലാണ് സൗജന്യ യോഗ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. രാവിലെ 7 മുതൽ 8 വരെയാണ് പരിശീലന സമയം. പ്രത്യേകം പരിശീലകരെ ഈ കേന്ദ്രങ്ങളിൽ നിയോഗിക്കും. പരമാവധി ആളുകൾ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും സമഗ്രമായ ഒരു വ്യായാമ പദ്ധതിയായിട്ടുള്ള യോഗ. യോഗയ്ക്ക് തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ലോകമാകെ ഇത് അംഗീകരിച്ച ഒരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും വേണ്ടത്ര നിലയിൽ യോഗ പരിഗണിക്കപ്പെടുന്നില്ല എന്ന ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഇന്നിപ്പം നമ്മുടെ നമ്മളെ അതിവേഗം ജീവിതം വളരെ സ്പീഡിന് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് എല്ലാത്തിനും നമ്മൾ ഓർത്തിരിക്കാൻ ഒരു ദിവസമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മയെ ഓർക്കാൻ വരെ ഒരു ദിവസമുണ്ട്. കാര്യം ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം അവനവനെ കുറിച്ച് മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളതിനെ കുറിച്ച് ഉള്ളതുകൊണ്ട് അമ്മയ്ക്കൊരു ദിവസമുണ്ട്, പ്രണയത്തിനൊരു ദിവസമുണ്ട്, മുളയ്ക്കൊരു ദിവസമുണ്ട്, ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് യോഗയ്ക്കൊരു ദിവസം എന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ ഒരു ദിവസം നമ്മൾ ഈ യോഗ എന്ന പദ്ധതിയെക്കുറിച്ച് പരിമിതമായ തോതിലാണെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇത് തുടരുന്നതിലേ അർത്ഥമുള്ളൂ. അടുത്ത വർഷവും നമുക്ക് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കാം എന്നുള്ള പ്രയോജനം അല്ലാതെ മറ്റ് പ്രയോജനങ്ങളില്ല എന്ന് മനസ്സിലാക്കി നഗരസഭ 5 കേന്ദ്രങ്ങൾ സ്ഥിരമായ യോഗ പരിശീലനത്തിന് തുറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. സാധാരണ യോഗാ ദിന പരിപാടിയേക്കാൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നഗരസഭയിലെ 36 വാർഡുകളിലെ യോഗ നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് പഠിക്കുന്നതിന് വേണ്ടി 5 കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രഭ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഭാഷ് ജി നാഥ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K രാജശേഖരൻ, S അൻവർ, T അനിത, ഗീതാകുമാരി, കൗൺസിലർമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, R റിയാസ്, സുനിൽ തോമസ്, ഫാത്തിമ, TS ഷൈൻ, നാസില ഷാജി, രഞ്ജിത മോഹൻ, റാണി ജേക്കബ്, ഷെമി അസീസ്, EK ഷെർലി, ഷേർലി പ്രദീപ് ലാൽ, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ പ്രിയ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.